വിശദമായ വാർത്തകൾ നോക്കാം. ഏകീകൃത സിവിൽ കോഡിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2 നിയമങ്ങളുമായി രാജ്യത്തിന് എങ്ങനെ മുന്നോട്ട് പോകാനാകുമെന്ന് പ്രധാനമന്ത്രി ചോദിച്ചു. ഏകീകൃത സിവിൽ കോഡ് ഭരണഘടന വിഭാവനം ചെയ്തിട്ടുണ്ട്. സുപ്രീം കോടതിയും ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കാനാണ് ആവശ്യപ്പെടുന്നത്. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനും പ്രകോപിപ്പിക്കാനും പ്രതിപക്ഷം ഏകീകൃത സിവിൽ കോഡ് ആയുധമാക്കുന്നതായി പ്രധാനമന്ത്രി കുറ്റപ്പെടുത്തി. മുത്തലാഖിനെ പിന്തുണയ്ക്കുന്നവർ മുസ്ലിം പെൺമക്കളോട് കടുത്ത അനീതിയാണ് കാണിക്കുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഭോപ്പാലിൽ ബിജെപി പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. यूनिफॉर्म सिविल कोड के नाम पर ऐसे लोगों को भड़काने का काम हो रहा है. आप मुझे बताइए, एक घर में परिवार के एक सदस्य के लिए एक कानून हो, परिवार के दूसरे सदस्य के लिए दूसरा कानून हो, तो क्या वो घर चल पाएगा? क्या कभी भी चल पाएगा? क्या फिर ऐसी दोहरी व्यवस्था से देश कैसे चल पाएगा? हमें याद रखना है कि भारत के संविधान में भी नागरिकों के समान अधिकार की बात कही गई है. साथियों, ये लोग हम पर आरोप लगाते हैं, लेकिन सच ये है कि यही लोग मुसलमान करते हैं. अगर ये मुसलमानों के सही मायने में हितैषी होते तो अधिकांश परिवार, मेरे मुस्लिम भाई बहन, शिक्षा में पीछे न रहते, रोजगार में पीछे न रहते, मुसीबत की जिंदगी जीने के लिए मजबूत नहीं रहते. और सुप्रीम कोर्ट ने बार बार कहा है, सुप्रीम कोर्ट डंडा मारती है, कह रही है कॉमन सिविल कोड लाओ. മുത്തലാഖിനെതിരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മുത്തലാഖിനെ പിന്തുണയ്ക്കുന്നവർ മുസ്ലിം സഹോദരിമാരോട് കാണിക്കുന്നത് വലിയ ക്രൂരതയാണെന്ന് പ്രധാനമന്ത്രി ഭോപ്പാലിൽ പറഞ്ഞു. മധ്യപ്രദേശിലെ ബിജെപിയുടെ ബൂത്ത് തല പ്രവർത്തകരെ അഭിസംബോധന ചെയ്യവെയായിരുന്നു പരാമർശം. നിഖിൽ തോമസിന് വ്യാജ ഡിഗ്രി സർട്ടിഫിക്കറ്റ് നൽകിയത് താനെന്ന് അന്വേഷണ സംഘത്തോട് സംബന്ധിച്ച SFI കായംകുളം ഏരിയ മുൻ പ്രസിഡന്റ് അബിൻ സി രാജ. തിരുവനന്തപുരത്ത് വെച്ചാണ് വ്യാജരേഖ ചമച്ച ഒറിയോൺ എന്ന ഏജൻസിയുമായി ബന്ധപ്പെടുന്നതെന്നും ചോദ്യം ചെയ്യലിൽ അബിൻ പറഞ്ഞു. മാലദ്വീപിൽ അധ്യാപകനായി ജോലി നോക്കുന്ന കായംകുളം കണ്ടല്ലൂർ സ്വദേശി അബിൻ സി രാജിനെ ഇന്നലെ രാത്രിയാണ് നെടുമ്പാശ്ശേരിയിൽ നിന്ന് പോലീസ് പിടികൂടിയത്. പുലർച്ചെയോടെ കായംകുളത്തെത്തിച്ച അബിനെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തു. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിക്കുന്ന കാലയളവിലാണ് അബിൻ വിദേശ പഠനത്തിന് സഹായിക്കുന്ന ഏജൻസി എന്ന നിലയിൽ ഒറിയോൺ എന്ന സ്ഥാപനവുമായി പരിചയത്തിലാകുന്നത്. പിന്നീട് സ്വന്തം നാട്ടുകാരനായ നിഖിൽ തോമസിന് ബിരുദം നേടുന്നതിനു വേണ്ടി ഇരുവരും ഒന്നിച്ച് ഒറിയോണിന്റെ എറണാകുളം ശാഖയെ സമീപിക്കുകയായിരുന്നു. 2 ലക്ഷം രൂപ നൽകിയാണ് നിഖിലിന് വ്യാജ സർട്ടിഫിക്കറ്റ് കൈമാറിയത്. വ്യാജരേഖ ചമയ്ക്കൽ ഉൾപ്പെടെ നിരവധി പരാതികളുള്ള ഏജൻസി 10 മാസം മുമ്പ് പൂട്ടിപ്പോയതായി പോലീസ് പറഞ്ഞു. കേസുമായി ബന്ധപ്പെട്ട് നിഖിലും അബിനും അറസ്റ്റിലായെങ്കിലും നിർണായക തെളിവായ നിഖിലിന്റെ മൊബൈൽ ഫോൺ കണ്ടെത്താൻ പോലീസിന് ആയിട്ടില്ല. ഫോൺ ലഭിച്ചാൽ മാത്രമേ തുല്യതാ സർട്ടിഫിക്കറ്റ് നേടിയതുൾപ്പെടെയുള്ള വിഷയങ്ങളിൽ മറ്റ് രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടായോ എന്ന് അറിയാനാകൂ. നിഖിൽ പഠിച്ച MSM കോളേജിൽ തെളിവെടുപ്പിനായി എത്തിക്കുമെന്ന് ആദ്യം അന്വേഷണ സംഘം അറിയിച്ചെങ്കിലും പ്രതിഷേധം ഉൾപ്പെടെയുള്ളവ ഉണ്ടാകാൻ സാധ്യത ഉള്ളതിനാൽ അധ്യാപകരെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനാണ് തീരുമാനം. ന്യൂസ് 18 ആലപ്പുഴ. കരിന്തളം ഗവൺമെന്റ് കോളേജിൽ വ്യാജ പരിചയ സർട്ടിഫിക്കറ്റ് സമർപ്പിച്ച കേസിൽ K വിദ്യയ്ക്ക് ഇടക്കാല ജാമ്യം. 30-ന് കോടതിയിൽ ഹാജരാക്കണം. ഹോസ്ദുർഗ് സെക്കൻഡ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഇടക്കാല ജാമ്യം അനുവദിച്ചത്. KV ബൈജു ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. ബൈജു, എപ്പോഴായിരുന്നു വിദ്യയ്ക്ക് ജാമ്യം ലഭിച്ചത്? കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഭവ്യ, അല്പസമയം മുമ്പാണ് ഇത്തരത്തിൽ ഇടക്കാല ജാമ്യം അനുവദിച്ചുകൊണ്ട് കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. 30-ന് വീണ്ടും കോടതിയിൽ ഹാജരാകണം. ഈ ഹർജി വീണ്ടും കേൾക്കും. എന്തായാലും ഇപ്പോൾ ആശ്വാസമായി 30-ന് ഈ ജാമ്യം, ഇടക്കാല ജാമ്യം വിദ്യയ്ക്ക് ലഭിച്ചിരിക്കുന്നു. എന്തായാലും ഇന്ന് 11 മണിയോടുകൂടിയാണ് ഇത്തരത്തിൽ വിദ്യ ചോദ്യം ചെയ്യേണ്ടായി നീലേശ്വരം പോലീസ് സ്റ്റേഷനിൽ ഹാജരായത്. പിന്നീട്
ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി അറസ്റ്റ് രേഖപ്പെടുത്തിയതിനു ശേഷം ഇപ്പോൾ അല്പസമയം മുമ്പാണ് കോടതിയിൽ ഹാജരാക്കിയതും ഇത്തരത്തിൽ ജാമ്യം അനുവദിച്ചും ഇരിക്കുന്നത്. എന്തായാലും മറ്റ് അഗളി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിന് പുറമെ ഇവിടെ വഞ്ചന കുറ്റം, അതുപോലെ തന്നെ തെളിവ് നശിപ്പിക്കൽ, ഈ 2 കുറ്റം കൂടി അധികം ചുമത്തിയിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നു. 30-ന് വീണ്ടും കോടതിയിൽ ഹാജരാക്കണമെന്ന വ്യവസ്ഥയോടു കൂടിയാണ് ഇപ്പോൾ ഇടക്കാല ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ഭവ്യ. ശരി, കെ വി ബൈജു ആണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ദേശാഭിമാനി മുൻ അസോസിയേറ്റ് എഡിറ്റർ ജി ശക്തിധരൻ നടത്തിയ വെളിപ്പെടുത്തലുകളിൽ അന്വേഷണം ആവശ്യപ്പെട്ട പ്രതിപക്ഷം. ഉന്നത സിപിഎം നേതാവ് 2 കോടിയിലേറെ രൂപ കൈക്കൂലി വാങ്ങി കൈതോലപ്പായിൽ പൊതിഞ്ഞ് കൊണ്ടുപോയെന്നായിരുന്നു ശക്തിധരന്റെ ആരോപണം. പിണറായി വിജയന്റെ പേരെടുത്ത് പറഞ്ഞിട്ടില്ലെങ്കിലും പിണറായിയെ ലക്ഷ്യമിട്ടാണ് ഫേസ്ബുക്ക് കുറിപ്പ്. ദീർഘനാൾ സിപിഎം ഉന്നത നേതൃത്വവുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ജി ശക്തിധരന്റെ ആരോപണം പ്രതിപക്ഷം മുഖ്യമന്ത്രിക്കെതിരെ ആയുധമാക്കുകയാണ്. സിപിഎം നടപടിയെടുത്ത് പുറത്താക്കിയ ശക്തിധരൻ നിരന്തരം സിപിഎം നേതൃത്വത്തെയും പിണറായി വിജയനെയും വിമർശിച്ച് രംഗത്ത് വരാറുണ്ട്. എന്നാൽ ഇത്തരത്തിലൊരു ആരോപണം ഇതാദ്യമാണ്. ഇന്നലെ ഫേസ്ബുക്കിലൂടെ ശക്തിധരൻ ഉയർത്തിയ ആരോപണങ്ങൾ ഇങ്ങനെ പോകുന്നു. തിരുവനന്തപുരം മുതൽ ടൈംസ് സ്ക്വയർ വരെ പേരുകേട്ട ശതകോടീശ്വരനായ നേതാവിനെ പറ്റിയാണ് പറയുന്നത്. കലൂരിലെ ദേശാഭിമാനി ഓഫീസിൽ 2 ദിവസം തങ്ങിയപ്പോൾ ചില വൻതോക്കുകൾ നേതാവിനെ സന്ദർശിച്ചു, പണം സമ്മാനിച്ചു. കിട്ടിയ പണം എണ്ണാൻ ഞാൻ അദ്ദേഹത്തെ സഹായിച്ചു. 2,35,000 രൂപ വരെ ഞാൻ എണ്ണി തിട്ടപ്പെടുത്തി. പണം കൊണ്ടുപോകാൻ 2 കൈതോല പായ വാങ്ങി. ഇന്നോവ കാറിന്റെ ഡിക്കിയിൽ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയി. ഇപ്പോഴത്തെ മന്ത്രിസഭയിലെ ഒരംഗവും കാറിലുണ്ടായിരുന്നു. കോവളത്തെ നക്ഷത്ര ഹോട്ടലിൽ നിന്ന് 10 ലക്ഷം രൂപയുടെ 2 കെട്ടുകൾ AKG സെന്ററിൽ കൊണ്ടുവരികയും അതിലൊന്ന് AKG ഫ്ളാറ്റിലേക്ക് മാറ്റിയതായും ശക്തിധരൻ ആരോപിക്കുന്നുണ്ട്. പിണറായി വിജയന്റെ പേരെടുത്ത് പറഞ്ഞിട്ടില്ലെങ്കിലും അദ്ദേഹത്തിലേക്ക് വിരച്ചുകൊണ്ടുന്നതാണ് ശക്തിധരന്റെ ആരോപണങ്ങൾ. ഗുരുതരമായ വെളിപ്പെടുത്തലിൽ അന്വേഷണം വേണമെന്ന ആവശ്യവുമായി പ്രതിപക്ഷം രംഗത്തെത്തിക്കഴിഞ്ഞു. അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിരുന്ന സമയത്ത് കൊച്ചിയിൽ കലൂരിലെ ദേശാഭിമാനി ഓഫീസിൽ വിവിധ ആളുകളിൽ നിന്നായി ശേഖരിച്ച പണം ഒരു കൈതോലയിൽ കെട്ടി കാറിൽ കയറ്റി തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയെന്നാണ്. പിണറായി മന്ത്രിസഭയിലെ ഒരു അംഗം കൂടി ഇന്നത്തെ മന്ത്രിസഭയിലെ ഒരു അംഗം കൂടി അന്ന് ആ കാറിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വെളിപ്പെടുത്തൽ. പിണറായി വിജയന്റെ സഹപ്രവർത്തകനായിരുന്ന ഒരാൾ, കൂടെ ഇന്ന് പണം എണ്ണി തിട്ടപ്പെടുത്തിയ ഒരാൾ, അയാൾ ഇതുപോലുള്ള വിശ്വാസ്യതയുള്ള ഒരാൾ ഇതുപോലെ ഒരു വെളിപ്പെടുത്തൽ നടത്തുമ്പോൾ അതിൽ അന്വേഷിക്കില്ല. അതിൽ അന്വേഷണം നടത്താൻ ധൈര്യമുണ്ടോ എന്ന് ഞങ്ങൾ മുഖ്യമന്ത്രിയെ വെല്ലുവിളിക്കുകയാണ്. മൊഴികളുടെയും ആരോപണങ്ങളുടെയും അടിസ്ഥാനത്തിൽ KPCC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവിനുമെതിരെ കേസെടുത്ത സർക്കാർ എന്തുകൊണ്ട് മുഖ്യമന്ത്രിക്കെതിരായ ആരോപണത്തിൽ അങ്ങനെ നീങ്ങുന്നില്ലെന്നാണ് പ്രതിപക്ഷത്തിന്റെ ചോദ്യം. പോലീസ് കേസെടുക്കാൻ തയ്യാറായില്ലെങ്കിൽ നിയമവഴികൾ തേടാനും നീക്കമുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. ദേശാഭിമാനി മുൻ പത്രാധിപ സമിതി അംഗം ജി ശക്തിധരൻ ഉന്നയിച്ച ആരോപണങ്ങൾ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് DGPക്ക് പരാതി. ബന്നി ബെഹനാൻ MP DGPക്ക് പരാതി നൽകിയത്. ശക്തിധരന്റെ മൊഴിയെടുക്കണമെന്ന് പരാതിയിൽ ആവശ്യപ്പെട്ടു. KPCC അധ്യക്ഷൻ K സുധാകരനെതിരായ അനധികൃത സ്വത്ത് സമ്പാദന പരാതിയിൽ മുൻ ഡ്രൈവർ പ്രശാന്ത് ബാബു ഇന്ന് വിജിലൻസിന് മുമ്പാകെ ഹാജരായില്ല. ശനിയാഴ്ച ഹാജരാകുമെന്ന് പ്രശാന്ത് ബാബു അറിയിച്ചു. കോഴിക്കോട് തൊണ്ടയാടുള്ള വിജിലൻസ് ഓഫീസിലെത്തി മൊഴി നൽകുമെന്നായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നത്. പ്രശാന്ത് ബാബു നൽകിയ പരാതിയിൽ കോഴിക്കോട് വിജിലൻസ് സ്പെഷ്യൽ സെല്ലാണ് സുധാകരന്റെ വരുമാന സ്രോതസ് സംബന്ധിച്ച പ്രാഥമിക അന്വേഷണം നടത്തുന്നത്. ഡോക്ടർ വി വേണു പുതിയ ചീഫ് സെക്രട്ടറിയാകും. ഫയർഫോഴ്സ് മേധാവി ഷെയ്ഖ് ദർവേസ് സാഹിബാണ് പുതിയ പോലീസ് മേധാവി. മന്ത്രിസഭായോഗമാണ് പുതിയ ചീഫ് സെക്രട്ടറിയെയും പോലീസ് മേധാവിയെയും തീരുമാനിച്ചത്. ചീഫ് സെക്രട്ടറി VP ജോയിയും പോലീസ് മേധാവി അനിൽകാന്തും വെള്ളിയാഴ്ച വിരമിക്കും. ആഭ്യന്തര വിജിലൻസ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ് ഡോക്ടർ വി വേണു. അദ്ദേഹത്തെക്കാൾ സീനിയറായ ഉദ്യോഗസ്ഥർ കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ നിന്ന് തിരികെ വരാൻ താൽപര്യം കാണിക്കാത്തതോടെ സർക്കാരിന് മുന്നിലെ സ്വാഭാവിക പേരായി വേണു മാറി. ആലപ്പുഴ സ്വദേശിയായ വേണുവിന് 2024 ഓഗസ്റ്റ് 31 വരെ സർവീസുണ്ട്. 1990 ബാച്ച് IAS ഉദ്യോഗസ്ഥനാണ്. MBBS ബിരുദധാരിയാണ്. സാംസ്കാരിക രംഗത്തെ നിറസാന്നിധ്യം കൂടിയായ വേണു മലയാളത്തിൽ ഒപ്പിടുന്ന IAS ഉദ്യോഗസ്ഥൻ എന്ന നിലയിലും ശ്രദ്ധേയനാണ്. ആന്ധ്രാപ്രദേശ് സ്വദേശിയായ ഡോക്ടർ ഷെയ്ഖ് ദർവേസ് സാഹിബും 1990 ബാച്ചിലെ IPS ഉദ്യോഗസ്ഥനാണ്. പട്ടികയിൽ നിന്ന് K പത്മകുമാറിനെയും ഹരിനാഥ് മിശ്രയെയും മറികടന്നാണ് ദർവേസ് സാഹിബ് സംസ്ഥാന പോലീസ് മേധാവിയാകുന്നത്. നെടുമങ്ങാട് ASP ആയി സർവീസ് ആരംഭിച്ച അദ്ദേഹം കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറായും ക്രൈംബ്രാഞ്ച് വിജിലൻസ് ഉത്തരമേഖല ADGP ആയും
ജയിൽ മേധാവിയായും പ്രവർത്തിച്ചിട്ടുണ്ട്. പ്രതിപക്ഷത്തെ പ്രധാന നേതാക്കൾക്കെതിരെ രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് സർക്കാർ കേസുകൾ എടുക്കുന്നു എന്ന ആരോപണം ശക്തമാകുന്ന സമയത്തെ സ്ഥാനലബ്ധി ദർവേസ് സാഹിബിന് വലിയ വെല്ലുവിളിയാകും. ചീഫ് സെക്രട്ടറിയും പോലീസ് മേധാവിയും മാറുന്നതോടെ IAS IPS തലത്തിൽ വലിയ അഴിച്ചുപണിയുണ്ടാകും. വി വേണുവിന് പകരം അദ്ദേഹത്തിന്റെ ഭാര്യ കൂടിയായ തദ്ദേശ അഡീഷണൽ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ ആഭ്യന്തര സെക്രട്ടറിയാകാനാണ് സാധ്യത. ന്യൂസ് 18 തിരുവനന്തപുരം. പാലക്കാട് CPM വിഭാഗീയതയിൽ PK ശശിക്കെതിരെ നടപടി. പാലക്കാട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ PK ശശിയെ തരം താഴ്ത്തി ജില്ലാ കമ്മിറ്റിയിലേക്കാണ് തരം താഴ്ത്തിയത്. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം VK ചന്ദ്രനെയും തരം താഴ്ത്തിയിട്ടുണ്ട്. ജില്ലാ കമ്മിറ്റി അംഗം ചാമുണ്ണിയെ ഏരിയ കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തിയപ്പോൾ സമ്മേളനകാലത്തെ വിഭാഗീയതയുടെ പേരിലാണ് ഈ നടപടി. സംസ്ഥാനത്ത് മഴ ശക്തമായി. അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഇടുക്കിയിൽ ഓറഞ്ച് അലർട്ട് നിലനിർത്തി. മറ്റ് 12 ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. കൊല്ലം ഒഴികെയുള്ള ജില്ലകളിലാണ് യെല്ലോ അലർട്ടുള്ളത്. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതിന് പിന്നാലെ സംസ്ഥാനത്ത് മഴ ശക്തമായി തുടങ്ങിയത്. അറബിക്കടലിൽ ന്യൂനമർദ്ദപാത്തിയും കാലവർഷക്കാറ്റ് അനുകൂലമാവുകയും ചെയ്തതോടെയാണ് മഴ കൂടുതൽ ശക്തമായത്. പത്തനംതിട്ടയിൽ വീണ്ടും പനി മരണം. പത്തനംതിട്ട പന്തളം കടക്കാട് വടക്ക് സ്വദേശി സുരേഷ് കുമാറാണ് മരിച്ചത്. കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയായിരുന്നു മരണം. ഇന്നലെ 15,493 പേർക്കാണ് പനിക്ക് ചികിത്സ തേടിയത്. വാർത്തകൾ തുടരുന്നു. ഹജ്ജിന്റെ പ്രധാന ചടങ്ങായ അറഫ സംഗമം ഇന്ന് നടക്കും. തൂവെള്ള വസ്ത്രധാരികളായ ലക്ഷക്കണക്കിന് തീർത്ഥാടകരാണ് ഇന്നലെ മിനയിലെത്തിയത്. രാത്രി വരെ അവർ പ്രാർത്ഥനയിൽ മുഴുകും. രോഗികളായി ആശുപത്രികളിൽ കഴിയുന്ന തീർത്ഥാടകരെ ആംബുലൻസുകളിൽ അറഫയിലെത്തിച്ചു. 20 ലക്ഷത്തോളം പേർ ഇത്തവണ ഹജ്ജ് നിർവഹിക്കുമെന്നാണ് കണക്കുകൾ. ബലിപെരുന്നാൾ ദിവസം ബലികർമ്മവും മുടിമുറിക്കലും നടക്കും. ജംറയിലെ ആദ്യ കല്ലേറ് കർമ്മം നടത്തുന്നതോടെ പ്രധാന ചടങ്ങുകൾ അവസാനിക്കും. ബലിപെരുന്നാളിന് സംസ്ഥാനത്ത് 2 ദിവസം അവധി നൽകി. നാളെയും മറ്റന്നാളും അവധിയായിരിക്കും. മന്ത്രിസഭായോഗത്തിലാണ് തീരുമാനം. രാജ്യത്തെ പ്രമുഖ പാഴ്സൽ സർവീസ് സ്ഥാപനമായ VRL ലോജിസ്റ്റിക്സിനെതിരെ സമരം പ്രഖ്യാപിച്ച് CITU. VRL അടച്ചുപൂട്ടിയ ഏലൂർ ഗോഡൌണിലെ തൊഴിലാളികൾക്ക് പുനരധിവാസമോ നഷ്ടപരിഹാരമോ ആവശ്യപ്പെട്ടാണ് CITU പ്രക്ഷോഭത്തിനിറങ്ങിയത്. അനുകൂലമായ തീരുമാനമുണ്ടായില്ലെങ്കിൽ സംസ്ഥാനത്തെ സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങൾ ദുഷ്കരമാകുമെന്ന മുന്നറിയിപ്പും CITU നൽകുന്നു. തൊഴിലാളി യൂണിയനുകൾക്ക് പ്രവർത്തനാനുമതിയില്ലാത്ത അർജുന നാച്ചുറൽസ് പ്രൈവറ്റ് ലിമിറ്റഡിൽ BMS യൂണിയൻ പ്രവർത്തനം ആരംഭിച്ചതോടെയാണ് പ്രശ്നങ്ങൾ തുടങ്ങിയത്. യൂണിയനിൽ ചേർന്ന തൊഴിലാളികളെ സമ്മർദ്ദം ചെലുത്തി പിന്തിരിപ്പിക്കാനായിരുന്നു ആദ്യ ശ്രമം. പിന്നീട് നിസ്സാര കുറ്റങ്ങൾ ചുമത്തി 6 മാസത്തിനുള്ളിൽ 24 തൊഴിലാളികളെ പിരിച്ചുവിട്ടു. മാനേജ്മെന്റിന്റെ തൊഴിൽ നിഷേധം ചോദ്യം ചെയ്തതിനും 3 പേർക്ക് തൊഴിൽ നഷ്ടമായി. തൊഴിലാളികളെ തിരിച്ചെടുക്കണമെന്നാവശ്യപ്പെട്ട് തൊഴിൽ വകുപ്പ് നിർദ്ദേശം നൽകിയിട്ടും സ്ഥാപനം അറിഞ്ഞ ഭാവം നടിക്കുന്നില്ല. നിസ്സാര കാരണങ്ങൾ പറഞ്ഞ് തൊഴിലാളികളെ പുറത്തേക്കൊണ്ടിരിക്കുന്ന ഒരു നിലപാടാണ് കമ്പനി ഭാഗത്തുനിന്ന്. ഞങ്ങളിവിടെ ഇപ്പോൾ 1.5 വർഷമായി സമരം ഈ പന്തലിരിക്കുന്നത്. ഞങ്ങൾ യാതൊരു അക്രമങ്ങളോ കമ്പനിക്കെതിരെ യാതൊരു പരിപാടിയും ചെയ്തിട്ടില്ല. എന്നിട്ടും ഈ കമ്പനിയുടെ ഭാഗത്ത് യാതൊരു അനുകൂല നിലപാടുണ്ടായിട്ടില്ല. മാലിന്യം പുറന്തള്ളലടക്കമുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി സ്ഥാപനത്തിനെതിരെ നാട്ടുകാരും രംഗത്തെത്തിയിട്ടുണ്ട്. ദുരന്ത നിവാരണ നിയമപ്രകാരം സുരക്ഷാ സംവിധാനങ്ങളിലടക്കം പോരായ്മകൾ പരിഹരിക്കും വരെ കമ്പനി അടച്ചിടണമെന്ന് ജില്ലാ കളക്ടർ ഉത്തരവിട്ടിരുന്നു. പഞ്ചായത്ത് സെക്രട്ടറി നോട്ടീസ് നൽകിയെങ്കിലും തുടർ നടപടികൾ ഉണ്ടായില്ല. ഇവരുടെ വേസ്റ്റ് ഇവരുടെ ബാക്കിലുള്ള ഒരു കനാലിൽ കൂടെ പുറത്തേക്ക് വിട്ടിട്ട് കുടിവെള്ള സ്രോതസ്സുകൾ വരെ നശിച്ചു പോയ അവസ്ഥയിലാണ്. മൊത്തം നിയമവിരുദ്ധം എന്ന് പറഞ്ഞാൽ ഈ കമ്പനിക്ക് ശരിക്കും പ്രവർത്തിക്കാനുള്ള ഫയർ ആൻഡ് സേഫ്റ്റിയുടെ NOC ഇല്ല. ഇതൊക്കെ നമ്മൾ പല വിവരാവകാശ രേഖകൾ വെച്ച് സമിതിയും പല വ്യക്തികളും വിവരാവകാശ രേഖകൾ വെച്ച് സമാഹരിച്ച രേഖകൾ പറഞ്ഞേക്കുന്നതാണ്. അന്യായമായ ശമ്പള വർധനമെന്ന ആവശ്യം അംഗീകരിക്കാനാവില്ലെന്നാണ് കമ്പനി നിലപാട്. 2024 വരെ തൊഴിലാളികളുമായി കരാർ നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ പുതിയ ആവശ്യങ്ങൾ അംഗീകരിക്കില്ലെന്നും മാനേജ്മെന്റ് വ്യക്തമാക്കുന്നു. ന്യൂസ് 18 കൊച്ചി. കോട്ടയം തിരുവാർപ്പിൽ CITU സമരത്തെ തുടർന്ന് തൊഴിലാളി യൂണിയൻ വിഷയങ്ങൾ ചർച്ചയാകുമ്പോൾ കൊച്ചിയിലെ സ്ഥാപനങ്ങളിൽ തൊഴിലാളി യൂണിയനുകൾക്ക് പ്രവർത്തനം അനുവദിക്കുന്നില്ലെന്ന് പരാതി. ഔഷധ ഉൽപ്പന്ന കയറ്റുമതി സ്ഥാപനത്തിൽ BMS യൂണിയൻ പ്രവർത്തനം ആരംഭിച്ചതോടെ കൂട്ടപ്പിരിച്ചുവിടൽ നടത്തുന്നതായാണ് ആരോപണം. പിരിച്ചുവിട്ട തൊഴിലാളികൾ 1.5 വർഷമായി സ്ഥാപനത്തിന് മുൻപിൽ സമരത്തിലാണ്. തൊഴിലാളി യൂണിയനുകൾക്ക് പ്രവർത്തനാനുമതിയില്ലാത്ത അർജുന നാച്ചുറൽസ് പ്രൈവറ്റ് ലിമിറ്റഡിൽ BMS യൂണിയൻ പ്രവർത്തനം ആരംഭിച്ചതോടെയാണ് പ്രശ്നങ്ങൾ തുടങ്ങിയത്. യൂണിയനിൽ ചേർന്ന തൊഴിലാളികളെ സമ്മർദ്ദം ചെലുത്തി പിന്തിരിപ്പിക്കാനായിരുന്നു ആദ്യ ശ്രമം. പിന്നീട് നിസ്സാര കുറ്റങ്ങൾ ചുമത്തി 6 മാസത്തിനുള്ളിൽ 24 തൊഴിലാളികളെ പിരിച്ചുവിട്ടു. മാനേജ്മെന്റിന്റെ തൊഴിൽ നിഷേധം ചോദ്യം ചെയ്തതിനും 3 പേർക്ക് തൊഴിൽ നഷ്ടമായി.
തൊഴിലാളികളെ തിരിച്ചെടുക്കണമെന്നാവശ്യപ്പെട്ട് തൊഴിൽ വകുപ്പ് നിർദ്ദേശം നൽകിയിട്ടും സ്ഥാപനം അറിഞ്ഞ ഭാവം നടിക്കുന്നില്ല. 27 തൊഴിലാളികൾ പുറത്തേക്കുണ്ട്. അവരെ തിരിച്ചെടുക്കാൻ പറഞ്ഞാണ് സമരം ഞങ്ങൾ തുടങ്ങിയേക്കുന്നത്. പഴയ കമ്പനി ഞങ്ങൾക്ക് വേറെ പല കേസുകൾ പറഞ്ഞ് നോട്ടീസ് അയക്കുകയും കോടതി പോലീസ് കംപ്ലൈന്റ് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. കമ്പനിയുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഇതിനെക്കുറിച്ച് മുഖം പൊള്ളിനെ കുറിച്ച് ബൈറ്റ് പറഞ്ഞ് ഇതിന് പുറത്താക്കിയവർ 3 പേരുണ്ട്. അവരെ ലേബർ കമ്മീഷണറോട് ചർച്ച ചെയ്ത് കമ്പനിയിലേക്ക് തിരിച്ചെടുക്കാനായിട്ട് ലേബർ കമ്മീഷൻ ഉത്തരവിട്ടാണ്. പക്ഷേ ആ ഉത്തരവിനൊന്നും കമ്പനി വില കൽപ്പിച്ചിട്ടില്ല. ഇതുവരെ അവർ പണിക്ക് തിരിച്ചേറ്റിട്ടില്ല. കോടതിയിലേക്ക് അവർ ഹൈക്കോടതിയിലേക്ക് ഇപ്പോൾ കേസ് ഫയൽ ചെയ്തേക്കാണ്. തിരിച്ചേറ്റാതിരിക്കാനുള്ള കേസ് ഫയൽ ചെയ്തേക്കാണ്. സർക്കാർ വരെ ഉത്തരവിട്ടിട്ട് ഒന്നും ചെയ്തിട്ടില്ല. അത്രയ്ക്ക് ദാക്ഷിണ്യത്തോടെയാണ് കമ്പനി ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. മാലിന്യം പുറന്തള്ളലടക്കമുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി സ്ഥാപനത്തിനെതിരെ നാട്ടുകാരും രംഗത്തെത്തിയിട്ടുണ്ട്. ദുരന്ത നിവാരണ നിയമപ്രകാരം സുരക്ഷാ സംവിധാനങ്ങളിലടക്കം പോരായ്മകൾ പരിഹരിക്കും വരെ കമ്പനി അടച്ചിടണമെന്ന് ജില്ലാ കളക്ടർ ഉത്തരവിട്ടിരുന്നു. പഞ്ചായത്ത് സെക്രട്ടറി നോട്ടീസ് നൽകിയെങ്കിലും തുടർ നടപടികൾ ഉണ്ടായില്ല. ഇവരുടെ വേസ്റ്റ് ഇവരുടെ ബാക്കിലുള്ള ഒരു കനാലിൽ കൂടെ പുറത്തേക്ക് വിട്ടിട്ട് കുടിവെള്ള സ്രോതസ്സുകൾ വരെ നശിച്ചു പോയ അവസ്ഥയിലാണ്. പിന്നെ പാടത്താണ് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ പാടത്ത് മുഴുവൻ ഇവരുടെ വേസ്റ്റ് വാട്ടറും ഇതെല്ലാം പ്രശ്നമായിട്ടിരിക്കുകയാണ്. ഞങ്ങൾ നാട്ടുകാർ നേരത്തെ തന്നെ ഈ കാര്യങ്ങളൊക്കെ. കമ്പനി നിലപാട് 2024 വരെ തൊഴിലാളികളുമായി കരാർ നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ പുതിയ ആവശ്യങ്ങൾ അംഗീകരിക്കില്ലെന്നും മാനേജ്മെന്റ് വ്യക്തമാക്കുന്നു. ന്യൂസ് 18 കൊച്ചി. ഓടിക്കൊണ്ടിരിക്കുന്ന സ്കൂൾ ബസിൽ നിന്ന് വിദ്യാർത്ഥി തെറിച്ചു വീണു. മലപ്പുറം കല്ലിങ്ങാമ്പറമ്പ് MSM ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിയാണ് ബസിന്റെ വാതിൽ തനിയെ തുറന്നതിനെ തുടർന്ന് തെറിച്ചു വീണത്. വളവന്നൂരിൽ ഇന്നലെ വൈകുന്നേരമാണ് അപകടം. നേരിയ പരിക്കേറ്റ കുട്ടി ചികിത്സയ്ക്ക് ശേഷം വീട്ടിലേക്ക് മടങ്ങി. അപകടത്തിൽ നടപടിയുമായി RTO രംഗത്തെത്തിയിട്ടുണ്ട്. ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുമെന്നും തിരൂർ ജോയിന്റ് RTO അറിയിച്ചിട്ടുണ്ട്. പാറശാല പരശുവയ്ക്കലിൽ സ്കൂൾ വിദ്യാർത്ഥിനി ട്രെയിനിടിച്ച് മരിച്ചു. പളുങ്കൽ സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് മരിച്ചത്. വീട്ടിൽ നിന്നും സ്കൂളിലേക്ക് പോയതായിരുന്നു. പാറശാല പോലീസ് അന്വേഷണം തുടങ്ങി. പുതിയ സിനിമയിൽ താൻ മരിച്ചു കിടക്കുന്നതായുള്ള ദൃശ്യം തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടതാകാമെന്ന് നടൻ TS രാജു. മരണം സംബന്ധിച്ച് വ്യാജ വാർത്തയോടെയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. വ്യാജ വാർത്തയാണെന്നറിയാതെ നടൻ അജു വർഗീസ് ഉൾപ്പെടെയുള്ളവർ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചപ്പോൾ TS രാജുവിന്റെ മരണവാർത്ത വൈറലായിരുന്നു. വിശ്രമത്തിന് ശേഷം ഉടൻ സിനിമയിലേക്ക് മടങ്ങിയെത്തുമെന്ന് നടൻ പൃഥ്വിരാജ്. വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം ലഭിച്ചത് ഭാഗ്യമായെന്ന് പൃഥ്വിരാജ് ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞു. ഇനിയുള്ള കുറച്ചു മാസങ്ങൾ ഫിസിയോതെറാപ്പിയുണ്ട്. വിശ്രമസമയം ക്രിയാത്മകമായി ചെലവഴിക്കും. സുഖവിവരങ്ങൾ അന്വേഷിച്ച എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും പൃഥ്വിരാജ് ഫേസ്ബുക്കിൽ പങ്കുവച്ചു. സുരേഷ് ഗോപി, അനുപമ പരമേശ്വരൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി പ്രവീൺ നാരായൺ തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന JSK എന്ന ചിത്രത്തിന്റെ ടീസർ പുറത്തിറങ്ങി. സുരേഷ് ഗോപിയുടെ ബർത്ത്ഡേ സ്പെഷ്യൽ ടീസറാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇനി ചില വാർത്തകൾ ചുരുക്കത്തിൽ നോക്കാം. ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച PDP ചെയർമാൻ അബ്ദുൽ നാസർ മദനി ഇന്ന് അൻവാർശേരിയിലേക്കില്ല. മദനി കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ തുടരും. മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി M ശിവശങ്കറിന്റെ ഇടക്കാല ജാമ്യാപേക്ഷ തിങ്കളാഴ്ച പരിഗണിക്കാൻ മാറ്റി. ചികിത്സയ്ക്കായി 3 മാസം ജാമ്യം വേണമെന്നാവശ്യപ്പെട്ടാണ് ശിവശങ്കറിന്റെ ഹർജി. തെരുവുനായ്ക്കളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കണ്ണൂർ മുഴുപ്പിലങ്ങാട്ട് നിഹാലിന്റെ കുടുംബത്തിന് ധനസഹായം അനുവദിച്ചു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 10 ലക്ഷം രൂപ അനുവദിക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. താനൂർ ബോട്ട് ദുരന്തത്തിൽ പ്രതികളുടെ ജാമ്യാപേക്ഷ തള്ളി. മഞ്ചേരി ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഫസ്റ്റ് ക്ലാസ് കോടതിയാണ് 10 പ്രതികളുടെയും ജാമ്യാപേക്ഷ തള്ളിയത്. വയനാട് ബ്രഹ്മഗിരി മീറ്റ് ഫാക്ടറി മാർച്ചിൽ പങ്കെടുത്തവർക്കെതിരെ ജാമ്യമില്ലാ കേസ്. വയനാട് DCC പ്രസിഡന്റ് ND അപ്പച്ചനടക്കം 49 പേർക്കെതിരെയാണ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തത്. കോട്ടയത്ത് വാഹനാപകടത്തിൽ ഒരാൾ മരിച്ചു. പാല പൈക പാമ്പോലിയിൽ കാറും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ചാണ് അപകടം. ഓട്ടോറിക്ഷ ഡ്രൈവറായ മീനച്ചിൽ സ്വദേശി പന്തനാലിക്കൽ കുഞ്ഞായി എന്നറിയപ്പെടുന്ന ജോസഫാണ് മരിച്ചത്. 5 പുതിയ വന്ദേ ഭാരത് സർവീസുകൾ പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തു. മധ്യപ്രദേശിലെ ഭോപ്പാലിലെ കമലാപതി റെയിൽവേ സ്റ്റേഷനിലായിരുന്നു ചടങ്ങ്.
തെരഞ്ഞെടുപ്പുകളിൽ ജയിക്കുന്ന സ്ഥാനാർത്ഥികളുടെ ആഹ്ലാദങ്ങൾ നമ്മൾ ധാരാളം കണ്ടിട്ടുണ്ട്. ഇനി കാണുന്ന ദൃശ്യങ്ങൾ ഒരു സ്കൂളിലേതാണ്. സ്കൂളുകളൊക്കെ തുറന്ന് ലീഡർമാരെ തെരഞ്ഞെടുക്കുന്ന സമയമാണിപ്പോൾ. കാഞ്ഞിരശ്ശേരി GMLP സ്കൂളിലെ ലീഡറായി തെരഞ്ഞെടുക്കപ്പെട്ട കൊച്ചു സ്ഥാനാർത്ഥിയുടെ സന്തോഷവും കണ്ണീരുമെല്ലാം സോഷ്യൽ മീഡിയ ഏറ്റെടുത്തു കഴിഞ്ഞു. ലീഡർ തെരഞ്ഞെടുപ്പിൽ ജയിച്ച 4ാം ക്ലാസ്സുകാരനായ സേതുമാധവന്റെ സന്തോഷത്തിന്റെ ദൃശ്യങ്ങൾ കാണാമിനി. തിക്കുറിശ്ശി ഫൌണ്ടേഷൻ പുരസ്കാരം ന്യൂസ് 18 മികച്ച പരിസ്ഥിതി റിപ്പോർട്ടിംഗ് ന്യൂസ് 18 അസിസ്റ്റന്റ് ന്യൂസ് എഡിറ്റർ VS കൃഷ്ണരാജിനാണ് പുരസ്കാരം. ജലനിലങ്ങൾ എന്ന റിപ്പോർട്ടിനാണ് പുരസ്കാരം. കാവാലം നാരായണ പണിക്കരുടെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ അവനവൻ കടമ്പ പുരസ്കാരം യുവനാടക പ്രവർത്തകൻ ഹസീം അമരവിളയ്ക്ക്. കാവാലം സംസ്കൃതി ഏർപ്പെടുത്തിയ പുരസ്കാരം തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ കാവാലം നാരായണ പണിക്കരുടെ മകൻ കാവാലം ശ്രീകുമാർ സമ്മാനിച്ചു. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ട് യു ബൈ അനധികൃത വിൽപ്പനക്കാരിൽ നിന്നും സ്വർണം വാങ്ങി ഇനി ആരും വഞ്ചിതരാവരുത്. തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം. സ്വർണം ഗ്രാമിന് 5425, പവന് 43400, വെള്ളി ഗ്രാമിന് 77, കിലോയ്ക്ക് 77,000, പ്ലാറ്റിനം ഗ്രാമിന് 3314. തരകൻസ് റോയൽ ജ്വല്ലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ട് യു ബൈ അനധികൃത വിൽപ്പനക്കാരിൽ നിന്നും സ്വർണം വാങ്ങി ഇനി ആരും വഞ്ചിതരാവരുത്. തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം. 4 മണി വാർത്ത പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം പൊതുവേദിയുമായി മനു ഭരത്തെത്തും. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും Malayalam.news18.com സന്ദർശിക്കുക. നമസ്കാരം.